തിരുവനന്തപുരത്ത് നടക്കുന്ന 5 സ്ത്രീകളുടെ ജീവിതം അതൊരു ക്യാൻവാസിൽ കൊണ്ടുവരിക, അത് ബ്രില്യൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് ഫിക്ഷൻ, റൈറ്റ്? നമ്മളിത് കൊടുക്കുന്ന, നമ്മളെ സിനിമ എന്ന് പറയുന്നത് നമ്മൾ കഥ പറയുന്നതാണ്. ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ രീതി ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ ഇതെല്ലാം നടക്കുന്ന സംഭവങ്ങൾ തന്നെയല്ലേ. ആർട്ട് എന്ന് പറയുന്നൊരു സാധനം സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആർട്ട് ഡിസ്റ്റർബ് ചെയ്യാനും കൂടെ ഉള്ളതാണ്. നമുക്ക് ഇതിൽ മെസ്സേജ് കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നുമില്ല. മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് സിനിമ എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മെനക്കിട്ട് അത് നമുക്ക് ഈസി ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി, മെസ്സേജ് കൊടുക്കാനാണെങ്കിൽ. ഉർവശി മാമിന്റെ സീക്വൻസ് എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റോറി? അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ കഥ തന്നെയാണ്. അമ്മ ഇതിലെ ഉർവശി മാമിന്റെ കഥാപാത്രം പോലെ ഇത്ര സ്മാർട്ട് അല്ല. എന്തിനും ഏതിനും അച്ഛനും അമ്മയെ ഇങ്ങനെ വിളിക്കുന്ന ഒരാളാണ്. മാം ഒരു അഭിനേത്രിയും കൂടെയാണ്. അത് ശരിക്കും സത്യം പറയണം, അത് ഞാൻ ചെയ്യേണ്ടിരുന്നതല്ല. അതിൽ വേറെ ഒരാൾ വരാതിരുന്നപ്പോ അച്ഛനെ തന്നെയാണ് ഇതിൽ കാസ്റ്റിംഗും ചെയ്തേക്കുന്നത്. അച്ഛനെ കാസ്റ്റ് ചെയ്ത ആൾ വന്നില്ല, അപ്പൊ പിന്നെ വേറെ ചോയ്സ് ഇല്ല. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മ്യൂസിക് ആണ്. ഇത് തീരാനായിട്ട് 2 വർഷത്തെ ജേണിയാന്ന് പറഞ്ഞില്ലേ, അതിലൊരു 1.25 വർഷം മ്യൂസിക്കിന്റെ ആണ്. ഇതിൽ ഉറുമ്പിന്റെ പരിപാടിയൊക്കെ നമ്മൾ മ്യൂസിക്കലി തന്നെ ട്രീറ്റ് ചെയ്യണം. ആ ഡിസ്റ്റർബൻസ് മ്യൂസിക്കലി കൊണ്ടുവരണം എന്നുള്ളൊരു കോൾ ആദ്യമേ ഉണ്ട്. How was that? ആ ഒരു ഐഡിയയും കണക്ടിവിറ്റി എങ്ങനെയായിരുന്നു? അതിന് ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ആൻഡ് അല്ലേ. അപ്പം നമ്മുടെ സമൂഹത്തിൽ നിറയെ ഉറുമ്പുകൾ ഉണ്ടെന്ന് പറയും, ലിറ്ററലി ആൻഡ് ഫിഗറേറ്റീവ്ലി. ഇപ്പോൾ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്, അതേപോലെ തന്നെ അതൊരു ഫിസിക്കൽ കോൺഫ്ലിക്റ്റും കൂടിയാണ്. സാർ KG ജോർജ് സാറിന്റെ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു KG ജോർജ് ഫാൻ ബോയ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് മൈ ട്രിബ്യൂട്ട് ടു KG ജോർജ്. വെൽക്കം ടു മാറ്റ്നി ലൈവ്. ഈ നവംബർ 29 മുതൽ ഹർ എന്ന മൂവി മനോരമ മാക്സിലൂടെ സ്ട്രീം ചെയ്യാൻ തുടങ്ങുകയാണ്. എനിക്ക് ഹർ മൂവിയുടെ പ്രിവ്യൂ ഷോ കാണാൻ ഒരു അവസരം കിട്ടി. അതിമനോഹരമായ മൂവി. ഈ മൂവി ഇത്ര മനോഹരമാക്കിയ 2 വ്യക്തികളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ലെറ്റ്സ് വെൽക്കം ഡയറക്ടർ ലിജിൻ ജോസ് സർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ അർച്ചന വാസുദേവ്. വെൽക്കം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിമനോഹരമായൊരു മൂവി തന്നതിന് ഒരുപാട് സന്തോഷം. സോ മാം, ആഫ്റ്റർ ദ പ്രിവ്യൂ ടെൽ മി ദ എക്സ്പീരിയൻസ്. രണ്ടുപേരോടുമായിട്ട് എന്താണ്? ഇത് എൻ്റെ ആദ്യത്തെ തിരക്കഥയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടെ കുറച്ച് ആങ്ഷ്യസും ആണ്. എങ്ങനെയായിരിക്കും ആളുകൾ ഇതിനെ സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ ലൈക്ക് യു സെഡ്, എക്സൈറ്റഡ് ആണ്. കാരണം വളരെ ആസ്വദിച്ച് ചെയ്ത സിനിമയാണ്, ആദ്യത്തെ സിനിമയാണെങ്കിലും. കാരണം നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. പിന്നെ കൂടെ ചെയ്ത എല്ലാ ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരോടും നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാനും ഒക്കെ. കമ്മിങ് ടു ദ മൂവി, ഹർ എന്ന മൂവി എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും? ആസ് മാം പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സാണ്. ആത്മനിർഭർ എന്നൊരു ഷോർട്ട് ഫിലിമിലൂടെ വി ഓൾ നോ യു. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കവും കാര്യങ്ങളും എങ്ങനെയായിരുന്നു അത്? അല്ല, ആത്മനിർഭർ ഭയങ്കര ആക്സിഡൻ്റലി സംഭവിച്ച കാര്യം. ലോക്ക്ഡൗൺ ടൈമായിരുന്നു. അപ്പം എനിക്കൊന്ന് MTVയുടെ മറ്റൊരു കോമ്പറ്റീഷൻ ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 48 hours ഒരു തീം അവർ തരും. അത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ നാളായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ആക്ച്വലി. അപ്പം ഇത് വന്നപ്പം നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരെയും കൊച്ചിയിൽ എനിക്കൊന്ന് ലോക്ക്ഡൗൺ ടൈമാണ്, ലോക്ക്ഡൗൺ ജസ്റ്റ് റിലാക്സ് ചെയ്ത് വരുന്ന ടൈമാണ്. അപ്പം അർച്ചനയുടെ ഒരു റിലേറ്റീവിൻ്റെ ഒരു വീട് അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഈ തീം അനൗൺസ് ചെയ്തു. അപ്പോൾ ഞാൻ അർച്ചനയോട് പറഞ്ഞ ഇത് നമുക്ക് ഡബ് ചെയ്യാനോ ഒന്നുമുള്ള സ്കോപ്പില്ല, സ്റ്റുഡിയോയിലൊന്നും പോയിട്ട് ഡബ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ സൈലൻറ്റ് ഫിലിം. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെച്ചു. ക്യാമറയുള്ളൊരു ഫ്രണ്ട്, എഡിറ്റിംഗ് അറിയാവുന്ന ഒരു ഫ്രണ്ട്, മ്യൂസിക് അറിയുന്ന ഒരാളെ ഒക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഈ തീം വന്നു. അതെന്ന് ബ്രേവ് ന്യൂ വുമൺ, അങ്ങനെ എന്തോ ബ്രേവ് ന്യൂ വേൾഡ് അങ്ങനെ എന്തോ ഒരു തീമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡയലോഗ്സ് ഒന്നും ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ അർച്ചന സജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇരുന്നിട്ട് അതിനൊരു സ്ക്രിപ്റ്റ് ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ തീർക്കാവുന്ന ഒരു സാധനമാക്കി ഒറ്റ ദിവസം കൊണ്ട് അത് ഷൂട്ട് ചെയ്തു. അർച്ചന എന്നുള്ള ആക്ടറാണ്. അതിന് മെയിൽ ആക്ടറെ കാസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഭിനയിച്ചു. അപ്പോൾ അത് ചെയ്തു. അതിൽ സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്തു. അപ്പോൾ ബേസിക്കലി ആ ഒരു ഐഡിയയിൽ ആയിരിക്കണം അർച്ചന പിന്നീട് ഈ ലോക്ക്ഡൗൺ നടക്കുന്ന ടൈമിൽ തന്നെ ഈ ഒരു ഉറുമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരു സാധനം എനിക്ക് എഴുതി അയച്ചു. അപ്പോൾ അതിലും അഗൈൻ ഈ പറഞ്ഞുള്ള ഒരു വിഷ്വൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് അതിൽ കൂടുതലുള്ളത്. മോർ ദാൻ ഡയലോഗ് ഓറിയൻറ്റഡ് എന്നുള്ളതിനൊക്കെ കൂടുതൽ അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ ഇതൊരു ചെറിയ സംഭവമാണ്, ഇനി വീണ്ടും ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ കഥകൾ ഇതിലേക്ക് ക്ലബ് ചെയ്ത് കൊണ്ടുവരുമോ, ഇതിനെ ഡെവലപ്പ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആലോചിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ അർച്ചന, പക്ഷേ ഞാനൊരു ഫീച്ചർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അർച്ചനയ്ക്ക് ഫീച്ചർ എഴുതാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ചെറിയ കഥകൾ എഴുതി നോക്കാം എന്ന് പറഞ്ഞിട്ട് അർച്ചന എനിക്ക് തോന്നുന്നു 10-ലധികം കഥകൾ അങ്ങനെ എഴുതി. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 5 കഥകൾ പിക്ക് ചെയ്തിട്ട് അതാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അനീഷിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുന്നത്. അപ്പോൾ അനീഷിനും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഹെറിലേക്ക് എത്തുന്നത്. ചെറുപ്പം പറഞ്ഞ ഉറുമ്പ്. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഉറുമ്പിൽ തുടങ്ങിയിട്ട്
ഹൗ വാസ് ദാറ്റ്? ആ ഒരു ഐഡിയയും കണക്ടിവിറ്റിയും എങ്ങനെയായിരുന്നു? അത് വെൽ എക്സിക്യൂട്ടഡ് ആയിരുന്നു. ഒരു ഉറുമ്പിൽ, അതായത് ഒരു സ്ത്രീകൾക്ക് ആക്ച്വലി പൊതുവെ ഡിഗ്നിഫൈഡ് ആയിട്ടാണ് കാണിക്കുക. പക്ഷെ ആ ഉറുമ്പ് നമുക്കിടുന്ന ഇമോഷൻസ്, അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് ബിഹേവ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ ഒരുപാട് ഇൻസെക്യൂർ ആവുമല്ലോ. പക്ഷെ അതിനെ മനോഹരമായിട്ട് മാം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, സാറായാലും. സോ എങ്ങനെയാണ് ഒരു ഉറുമ്പ് എന്ന് പറയുന്നത് അതിന് ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എൻ ആൻഡ് അല്ലേ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ചുറ്റും സമൂഹത്തിൽ നിറയെ ഉറുമ്പുകളുണ്ടെന്ന് പറയും, ലിറ്ററലി ആൻഡ് ഫിഗറേറ്റീവ്ലി. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഞാൻ ഈ കോൺസെപ്റ്റ് ആദ്യം ആലോചിച്ചിട്ട് ലിജിനോട് പറയുന്നതും അത് എഴുതുന്നതും. അതൊക്കെ ഇപ്പോൾ ലിജിൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫീച്ചർ ആവും, അല്ലെങ്കിൽ ഒരു ആന്തോളജി സ്ട്രക്ചറിലേക്ക് മെല്ലെ അത് ആവും എന്നൊന്നും ആലോചിച്ച് ചെയ്തതല്ല. പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു കംപ്ലീറ്റ് ഫീച്ചർ എഴുതാനുള്ളൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ നല്ല മടിയുമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് അത് ഇല്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പുഷ് ചെയ്തിരിക്കുന്ന സമയത്താണ് ലിജിൻ പറഞ്ഞില്ല, ഇതിലൊരു സ്പാർക്ക് ഉണ്ട്, മേ ബി ഇതിലൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കിതിനൊരു സ്കോപ്പ് ഉണ്ടായേക്കാം. പിന്നെ ലോക്ക്ഡൗൺ ആണ്, നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ലിജിൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പണിയൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ആ സമയത്താണ്, അപ്പോൾ അതിന് നിറയെ സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് അതൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ലിറ്ററലി ആൻഡ് ഫിഗറേറ്റീവ്ലി ഇതിനൊരു എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഒരു ഉറുമ്പ് നമ്മുടെ ദേഹത്ത് കയറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ അതിനെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് എല്ലാ രീതിയിലും നമുക്ക് അതൊരു കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആണ്, അതേപോലെ തന്നെ അതൊരു ഫിസിക്കൽ കോൺഫ്ലിക്റ്റും കൂടിയാണ്. അതാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഉറുമ്പ് ബേസിക്കലി ഒരു മെറ്റഫറാണ്. ഉറുമ്പ് ലിറ്ററലി ഉറുമ്പ് എന്നുള്ളതല്ല. ഇപ്പം ഈ പറഞ്ഞ മെയിൽ ഗെയ്സുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ലാക്ക് ഓഫ് ടോയ്ലറ്റ് ഒരു ഫെസിലിറ്റി എന്നൊക്കെ പറയുന്ന സാധനം, അങ്ങനെ പലതരത്തിലുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ഇൻ്റർഫിയറൻസസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ മെറ്റഫോറിക്കലായിട്ട് ഉറുമ്പ് എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്തേക്കാണ്. അതിൽ അങ്ങനെ ഒരു ഐഡിയയിലാണ് അത് വർക്ക് ചെയ്തത്. നമ്മുടെ സിനിമയിൽ ഹർ മൂവിയിൽ ഉറുമ്പുകളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറുമ്പുകൾ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെയാണോ ഒരു സൊസൈറ്റി, സമൂഹം ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെയാണോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി അത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുടെ ഒരു മെറ്റഫോറിക്കൽ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് ഉറുമ്പുകളെ നമ്മുടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പം ആദ്യത്തെ കഥയിൽ ഉറുമ്പ് ലിറ്ററലി ഒരു പ്രശ്നമാണ്, പക്ഷെ അത് ലിറ്ററലി മാത്രമല്ല, ഫിഗറേറ്റീവ്ലി ഉറുമ്പുകൾ അതിൽ പല സാധനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സൊസൈറ്റിക്ക് എപ്പോഴും ഒരു സിംഗിൾ ഫീമെയിൽ എന്ന് പറയുന്നത് ഒരു ത്രെട്ടാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കരുത്, പെട്ടെന്ന് പോയി കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് തൊട്ട് പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തി ഉപദേശിക്കുന്ന തൊട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ലാത്തത് മുതൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു മെയിൽ ഗെയ്സ്, ഇതൊക്കെ ഉറുമ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് മെറ്റഫോറിക്കലി നമുക്ക് പറയാവുന്ന സാധനമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനൊരു എന്താ പറയണ്ടേ, നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അത്രയും പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതാണ് ഉറുമ്പ്. ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴായാലും ഉറുമ്പ് ഇത്രത്തോളം ഒരു പങ്ക് വഹിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഐ മീൻ, അതോ ഡെവലപ്പ് ആയതിനു ശേഷമാണോ ഉറുമ്പിന് ഇത്ര ഇമ്പോർട്ടൻസ് വന്നത്? അല്ല, ഉറുമ്പ് നമ്മൾ ആലോചിച്ചപ്പോൾ തന്നെ ഇപ്പോൾ ലിജിൻ പറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു, ഒരു മെറ്റഫറായിട്ട് തന്നെയാണ് അത് ആലോചിച്ചത്. അതിന് കുറച്ച് ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ വേണം എന്നുള്ളത് എഴുതുമ്പോൾ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എഴുതി കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അത് ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ആലോചിച്ചത്. ഒരുപാട് ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, ഒരുപാട് ഒരു ഫേസ് ചെയ്ത സിറ്റുവേഷൻസ് ആയിരിക്കും അതിൽ. ബേസിക്കലി ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി വെച്ചാൽ നമുക്കും പ്രതികരിക്കാവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഇറ്റ്സ് എൻ ഇൻസ്പിറേഷൻ. ഓരോ ഫിലിംസ്, ഒരു 5 പേരുടെ കഥ ഓരോ മെസ്സേജാണ് തരുന്നത്. ഉർവശി മാമിൻ്റെ ആ ഒരു സീക്വൻസ് എങ്ങനെയായിരുന്നു, ആ ഒരു സ്റ്റോറി? അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ കഥ തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ അച്ഛൻ ഇതുപോലെ അലക്സ വന്ന സമയം മുതൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് ഞാൻ വളരെയധികം ഒബ്സർവ് ചെയ്യുമായിരുന്നു. എനിക്കത് വളരെ ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ സിനിമയിലെ കഥയാവുമെന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സാധനം കയ്യിൽ കിട്ടിയ സമയം മുതൽ. അമ്മ ഇതിലെ ഉർവശി മാമിൻ്റെ കഥാപാത്രം പോലെ ഇത്ര സ്മാർട്ടല്ല, പക്ഷെ അമ്മയാണെന്നുണ്ടെങ്കിലും ഒരു പുതിയ സാധനം ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, അത് വിളിയേക്കുന്ന അതെ, മനുഷ്യനല്ലാത്ത എന്തോ നമ്മൾ വിളിച്ചാൽ വിളിയേക്കുന്നു എന്നുള്ള ഒരു ആസ്പെക്റ്റ് അമ്മയുടെ മുഖത്ത് ആ കൗതുകം ഞാൻ എപ്പോഴും കാണാറുണ്ടായിരുന്നു. ഇതേ കോൺഫ്ലിക്റ്റും ഞാൻ അവിടെ കാണാറുണ്ടായിരുന്നു. എന്തിനും ഏതിനും അച്ഛൻ അമ്മയെ ഇങ്ങനെ വിളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡൻ്റ് ആവാതെ
ഇരിക്കുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, സാധാരണ നമുക്ക് വരുന്ന. സോ ഇതിൽ ആക്ച്വലി കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരു പൊസസീവ്നെസ് ആണ്, ഒരു ക്യൂട്ട് പൊസസീവ്നെസ്. മോർ എക്സ്പ്രഷൻസ് ആണ് കൂടുതലും. കറക്റ്റ്, അതെ, പൊസസീവ്നെസ് ആണ്. ആ പൊസസീവ്നെസ് ഓവർ സാധാരണ വരുന്നത് നമുക്ക് മനുഷ്യനോടാണല്ലോ പൊസസീവ്നെസ് വരുന്നത്. ഇതൊരു മെറ്റീരിയൽ, അതെ, ഒരു മെറ്റീരിയൽ സാധനത്തിനോടാണ് വരുന്നത് എന്നുള്ളത് എനിക്ക് വളരെ കൗതുകം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നി, അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഡെഫിനറ്റ്ലി അത് വീട്ടിൽ നിന്ന് സൊസൈറ്റിയിലായാലും അധികം സംസാരങ്ങളില്ലാണ്ട് ഇലക്ട്രോണിക് ഡിവൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു തലമുറയാണ്. സോ ഇത് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തിരുവനന്തപുരത്ത് നടക്കുന്ന 5 സ്ത്രീകളുടെ ജീവിതം, അവരുടെ രാഷ്ട്രീയ ബോധമായാലും സാമൂഹ്യപരമായ നിരീക്ഷണങ്ങളായാലും അതൊരു ക്യാൻവാസിൽ കൊണ്ടുവരിക, അത് ബ്രില്യൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുക. സോ എന്തായിരുന്നു, ഐ മീൻ ദ പ്രോസസ് എല്ലാം എക്സിക്യൂഷൻ അപ്പോൾ അത് അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഈ ഒരു 10ഓളം കഥകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ 5 കഥകൾ, അതിൽ ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നി, എനിക്ക് ഏറ്റവും രസകരമെന്ന് തോന്നിയ 5 കഥകൾ എടുത്തിട്ട് പിന്നെ നമ്മൾ ആലോചിച്ച് ഇതിനെ എങ്ങനെ കണക്ട്, എനിക്കിത് സ്റ്റാൻഡ് അലോൺ കഥകളായിട്ട് ചെയ്യാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നില്ല. സോ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാം. അപ്പം ഇതിൽ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു ദിവസം നടക്കുന്ന കഥ. ഇപ്പോൾ ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ചെയ്യുമ്പോൾ അത് ഒറ്റ ദിവസം നടക്കുന്ന കഥ എന്നുള്ളൊരു ഫോർമാറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇത് ഓരോ കഥയും ഓവർ എ പീരീഡ് ഓഫ് ടൈമിലാണ് നടക്കുന്നത്. ഇപ്പം ലിജോ മോളുടെയൊക്കെ എപ്പിസോഡ് കുറേ ഒരു 3 വർഷത്തെ ഗ്യാപ്പിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ചലഞ്ച് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിലൊരു എന്താ പറയണ്ട, അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ഒരു സിംഗിൾ നരേറ്റീവിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിനെ എവിടെയൊക്കെ ലിങ്ക് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ആലോചിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഇതിനൊരു ഒരു ടെറൈനിൽ ഒരു ജോഗ്രഫിയിൽ നടക്കുന്ന ഒരു സാധനം ആക്കാം. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ വിത്തൗട്ട് നോയിങ് ഈച്ച് അതർ കണക്ഷൻ ഉണ്ടാവാം. ചില ക്യാരക്ടേഴ്സിന് കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ കണ്ടിട്ടുള്ളതുകൊണ്ട് അല്ല അറിയായിരിക്കും. ഇപ്പം ഉർവശി ചേച്ചിയും പ്രതാപോത്തനും പോകുന്ന ഒരു ജ്യൂസ് പാർലർ ഉണ്ട്. അവർ പറയുന്നുണ്ട് അവരുടെ പ്രേമം തുടങ്ങിയത് അവിടെയാണെന്ന്. പക്ഷെ അതേ സ്ഥലത്ത് പാർവതിയും കണക്റ്റഡ് ആണ്. സോ ഇപ്പോഴത്തെ ജനറേഷനിൽ അവർക്ക് അത് അങ്ങനത്തെ ഒരു സ്പേസ് ആണ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള കണക്ഷൻസ് പിന്നെ വന്നതാണ്. അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ അങ്ങനെ കുറേ കണക്ഷൻസ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ വന്നിട്ടാണ് അതിനെ ഒരു സിംഗിൾ നരേറ്റീവ് എന്നുള്ള അപ്പം ഒരു പരിപാടിയിലേക്ക് വന്നത്. പിന്നെ എനിക്കൊന്ന് വൺസ് ഒരു സാധനങ്ങൾ ഫോളിൻ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് മൊത്തത്തിൽ അതിനൊരു ടോട്ടാലിറ്റി ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ്നെസ് ഉണ്ട്. അതെ, അപ്പോൾ സ്റ്റാൻഡ് അലോൺ സ്റ്റോറീസ് ആയിട്ട് ചെയ്യാൻ നമുക്കൊരു അത്ര വലിയ എക്സൈറ്റ്മെന്റ് പറഞ്ഞാൽ അഗെയിൻ അതൊരു 4-5 ഷോർട്ട് സ്റ്റോറീസ് ആണ് എന്നുള്ളതിനപ്പുറം ഇത് കണ്ടു തീരുമ്പം ഇതിന് ഒരു ഹോൾ പിക്ചർ റിവീലായി വരിക എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു അതിൻ്റെ അകത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്. സാറ് പണ്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സോ ഒരു ബിഗ് ടീമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഡയറക്ഷൻ. സാർ അത് പഠിക്കാൻ സാർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അത് ഇപ്പം എന്താ പറയുന്നത്, കംപ്ലീറ്റ് ആയിരിക്കുവാണ്. സോ ഹൗ ഡു യു ഫീൽ ആസ് എ ഡയറക്ടർ? കംപ്ലീറ്റ് ആവത്തൊന്നുമില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. കാര്യം ഞാൻ ബേസിക്കലി ഇപ്പോഴും ശരിക്കും ഒരു ഫിലിം സ്റ്റുഡൻ്റ് ആണ്. കാര്യം ഞാനൊരു 4 സിനിമയെ ചെയ്തിട്ടുള്ളൂ, ഇപ്പം അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാക്കാനോ പഠിക്കാനോ ഒന്നും പറ്റുന്ന ഓരോ സിനിമയും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ സിനിമയിൽ ഫേസ് ചെയ്ത പ്രശ്നങ്ങളായിരിക്കില്ല ഈ സിനിമയിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ എഴുത്ത്, ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ കാസ്റ്റിങ്, ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടാണ്. പക്ഷേ അതിന് മുമ്പ് ചെയ്ത സിനിമയിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേസ് ചിലപ്പോൾ അതായിരിക്കും. അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ എന്താ പറയണ്ടേ, ഇതിനകത്ത് ബേസിക്കലി എനിക്ക് തോന്നുന്ന ഒരു നല്ല ഒരു സ്ക്രിപ്റ്റ്, നമുക്ക് കൺവിക്ഷൻ ഉള്ള ഒരു സ്ക്രിപ്റ്റ്, നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ആൻഡ് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, ഇത്രയാണ് ഇതിൻ്റെ ഫണ്ടമെന്റൽ സാധനങ്ങൾ. അത്രയും സാധനങ്ങൾ വന്നാൽ തന്നെ മോസ്റ്റ് ഓഫ് ദ തിങ് നമ്മുടെ ഒരു ബേസിക് എലമെന്റ്സ് ആർ ഇൻ പ്ലേസ്. അതെ, പിന്നെ അതിലേക്ക് നല്ല നല്ല എലമെന്റ്സ് ബാക്കിയൊക്കെ വന്നോളും എന്നുള്ളതാണ്. സോ അപ്പം 5 ഫീമെയിൽസ് ഈ ക്യാൻവാസിൽ അവരുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയോ? പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് ഒരു ആർട്ടിന്റെ ഒരു പണിയല്ല. നമ്മൾ പ്രോബ്ലം പോസ് ചെയ്യലാണ്. ഇത് പ്രശ്നമാണ് ഇത് പ്രശ്നമാണെന്ന് പറയലാണ്, അല്ലാതെ ഇത് സോൾവ് ചെയ്യാതെ എന്നുള്ളത് അതിൻ്റെ ഒരു പണിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ത്രീകളുടെ പ്രശ്നം ക്യാൻവാസ് കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ഡെഫിനറ്റ്ലി ആണല്ലോ. ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ അതിനെങ്ങനെയൊക്കെ ആളുകൾ റിയാക്ട് ചെയ്യുന്നു, പലതരം എല്ലാ റിയാക്ഷൻസും നമുക്ക് സിനിമയിലൂടെ കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉർവശി മാമിൻ്റെ കഥയിലുണ്ടായിരുന്ന ആ ഭാഗത്തുണ്ടായിരുന്നത് അത് അവരുടെ രീതിയിലുള്ള ഒരു റിയാക്ഷനാണ്, ഒരു റെസ്പോൺസാണ്. വേറെ ഒരാളാണ് ആ സ്ഥിതിയിലെങ്കിൽ വേറെ രീതിയിലായിരിക്കാം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവുക, അതിന് കിട്ടുന്ന ആൻസറും വേറെ രീതിയിലായിരിക്കാം. സോ ഇതൊരു കഥയാണല്ലോ, അപ്പം നമ്മൾ ഒരു രീതിയിൽ അതിങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം.
പറഞ്ഞ പോലെ ഇതിലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രീച്ച് ചെയ്യാവും, വിച്ച് ഇസ്ന്റ് ദ അതെ, സിനിമ എൻഡ് ചെയ്യുമ്പോൾ റൂമുകൾ അവിടെ ഉണ്ട്. ദിസ് ഗോസ് ഓൺ. പക്ഷേ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കണ്ട് നമുക്കിതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ പറ്റിയാൽ ഒരു മൊമെന്റ് നമ്മൾ എടുക്കാം. നമുക്കിത് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് വിക്ടിമിന്റെ സൈഡിൽ നിന്ന്, അതല്ല മറ്റേ ഭാഗത്തു നിന്നാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന രീതിയിൽ അവർക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് സക്സസ്, റൈറ്റ്? പ്രതികരിക്കാതിരുന്നിട്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ട് ഇതിൻ്റെ നമുക്ക് ആർട്ടിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ അതിൽ ഒരു എപ്പിസോഡുണ്ട്. അതിൽ ഐശ്വര്യയുടെ ക്യാരക്ടർ അതിലൊരു വിക്ടിമാണ്, പാർവതിയുടെ ക്യാരക്ടർ അതിലൊരു വിക്ടിമാണ്. അതുപോലെ പല വിക്ടിംസ് ഉണ്ടാവാം അതിൽ. പക്ഷെ അതിൽ വരുന്ന ഒരാൾ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്. മേ ബി അതൊരു സൊല്യൂഷൻ പോലും ആവണമെന്നില്ല, പക്ഷെ മേ ബി മൊമെന്ററി ആയിരിക്കും. പക്ഷെ someone has to react at some point and that might trigger a change in the society. അത് അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സമയം എടുത്തുള്ള പ്രോസസ്സാണ്. ഇപ്പൊ നമ്മളിതൊരു കാര്യം പറഞ്ഞ ഒരു കുഞ്ഞു കുട്ടിയോടെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് അന്ന് തന്നെ മാറുന്നില്ല, ടേക്സ് ടൈം. അതുപോലെ തന്നെയാണ് ഇതിൽ ഇപ്പം പറഞ്ഞ പോലെ ഐശ്വര്യ വരുന്നു, പാർവതി വരുന്നു, വേറെ മൂന്നാമത് നമുക്കൊരു ക്യാരക്ടർ വരുമ്പോഴാണ് ഓട്ടോ ഡ്രൈവർക്ക് തിരിച്ചു വെക്കാം എന്ന് തോന്നുന്നുള്ളൂ. ഞാൻ ചെയ്യുന്നത് റോങ് ആണ് എന്നുള്ളത് റിയലൈസേഷനിലേക്ക് വരുന്നത്. എല്ലാ ജീവിതത്തിലെ പോലെ തന്നെ ഇതിലും നമുക്ക് സമയം സൊസൈറ്റിയിൽ അത് ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഒരു പാട്രിയാർക്കി ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ അങ്ങനത്തെ സാധനങ്ങൾ ചേഞ്ച് ചെയ്യാന്ന് പറയുന്ന ഒരു ഓവർ ദ നൈറ്റ് സംഭവിക്കില്ല. അപ്പോൾ അതിന്റെ ഫൈറ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല രീതിയിൽ. സോ ദാറ്റ് വിൽ ടേക്ക് ടൈം. അതിന്റെ റെസിസ്റ്റൻസും ഭയങ്കരമായിരിക്കും, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇവൻച്വലി വരാൻ പോകുന്ന ഒരു ചേഞ്ച് ആയിരിക്കും. ബട്ട് സംബഡി ഹാസ് ടു എന്താ പറയണ്ടേ, ടേക്ക് ദാറ്റ് ഫൈറ്റ്. നമ്മളൊന്ന് തുടങ്ങി വെക്കുന്നു, അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ സാർ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു എക്സ്പീരിയൻസ്, സാറിന്റെ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു? ഞാനെന്താ പറയുക, ഞാനങ്ങനെ ഭയങ്കര ഗ്രോത്ത് എന്ന് പറയുന്ന പരിപാടിയിലേക്കൊന്നും വന്നിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഐ ആം സ്റ്റിൽ ലേണിംഗ് ഓണസ്റ്റ്ലി. നമുക്ക് ഓരോ സാധനം വരുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ചലഞ്ചിങ് ആയിട്ടൊരു എലമെന്റ് അതിലുള്ളപ്പോഴാണ് നമുക്കൊരു സാധനം ചെയ്യാൻ തോന്നുന്നത്. ഇത് നമ്മളെങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് എങ്ങനെ ഇതിൻ്റെ ഒരു അതാ പറയുന്നത്, നമ്മൾ ആ കൺസീവ് ചെയ്ത പോയിന്റിൽ നിന്ന് ഇന്ന് നമ്മൾ തിയേറ്ററിൽ കണ്ട ഒരു പരിപാടിയിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് തീരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അതെങ്ങനെ വരും. നമുക്കൊരു സാധനം ഉണ്ട്, അതിൻ്റെ ആ കണ്ട പോയിന്റിലേക്ക്, ലെവൽ ഓഫ് പെർഫെക്ഷനിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല നമ്മൾ കൺസീവ് ചെയ്യുന്ന. ബട്ട് അതിൽ നിന്ന് നമുക്ക് അതിലേക്ക് എത്ര അടുത്തെത്താൻ പറ്റും എന്നുള്ളതാണ്. മാം ഒരു അഭിനേത്രിയും കൂടാണ്. ഈ നമ്മുടെ ഹർ എന്ന മൂവിയിൽ ഞാൻ മാമിനെ കണ്ടു. അത് ശരിക്കും സത്യം പറയണം, അത് ഞാൻ ചെയ്യേണ്ടിരുന്നതല്ല. അതിൽ വേറെ ഒരാൾ വരാതിരുന്നപ്പോൾ വേറെ വഴിയില്ലാത്തോണ്ട് പറഞ്ഞിട്ട് അത് വേറെ ആരും ഇല്ലാത്തോണ്ട് പോയിരുന്നത്. അർച്ചന തന്നെയാണ് ഇതിൽ കാസ്റ്റിംഗും ചെയ്തേക്കുന്നത്. അർച്ചന കാസ്റ്റ് ചെയ്ത ആൾ വന്നില്ല, അപ്പൊ പിന്നെ വേറെ ചോയ്സ് ഇല്ല, ഞാൻ തന്നെ ചെയ്യണം. അതെ, വേറെ വഴിയില്ല. ഇന്നത്തെ സമൂഹം തുറന്നു പറയാൻ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ കൺവേ ചെയ്തിട്ടുണ്ട്. ഇപ്പം ലിജോ മാം ചെയ്ത ക്യാരക്ടർ ആയാലും. സോ അതൊരു പ്രേക്ഷകരിലോട്ട് എത്തുമ്പോൾ കോൺഫ്ലിക്ട്സ് ഒരുപാട് വരാൻ ഐ മീൻ ഒരു എന്താ പറയുക, എല്ലാവരും കപ്പ് ഓഫ് ടീ അങ്ങനെ ആവില്ല. സോ അതിനോടുള്ള എങ്ങനെയായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് ഫിക്ഷൻ, റൈറ്റ്? നമ്മളിത് നമ്മുടെ സിനിമ എന്ന് പറയുന്നത് നമ്മൾ കഥ പറയുന്നതാണ്. ഓഫ് കോഴ്സ് അതിന് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായിട്ട് എല്ലാം കണക്ഷൻസ് ഉണ്ടാവാം. ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ രീതി ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ ഇതെല്ലാം നടക്കുന്ന സംഭവങ്ങൾ തന്നെയല്ലേ. നമ്മളത് ചില കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് മടിയുണ്ടാകും. അത് നമ്മുടെ കണ്ടീഷനിങ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി നമുക്കത് താല്പര്യം ഉണ്ടാവില്ല അത് ആക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കാം നമ്മുടെ ചുറ്റുമുള്ള ആളുകളോ സാഹചര്യങ്ങളോ എല്ലാം. സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനിത്തിങ് റൈറ്റ് ഓർ റോങ് ഇൻ ദിസ്. ഇതിൽ ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം, ക്രിറ്റിസിസം വന്നേക്കാം, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഐ തിങ്ക് അത് വളരെ തുറന്ന മനസ്സോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ആർട്ട് എന്ന് പറയുന്ന ഒരു സാധനം സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല. ആർട്ട് ഡിസ്റ്റർബ് ചെയ്യാനും കൂടെ ഉള്ളതാണ്. ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് ആർട്ടിന് എന്തെങ്കിലും ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കഥകളിലൊക്കെ മെസ്സേജ് ഉണ്ട്. നമുക്ക് ഇതിൽ മെസ്സേജ് കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നുമില്ല. മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ കൊടുക്കിയിട്ട് സിനിമ എടുക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മെനക്കിട്ട്. അത് നമുക്ക് ഈസി ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് കൊടുക്കാനാണെങ്കിൽ ഗ്രൂപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മെസ്സേജ് കിട്ടും. മെസ്സേജ് കൊടുക്കുക എന്നുള്ളതല്ല, നമ്മളൊരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ബട്ട് ഓഫ് കോഴ്സ് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ഡിസ്റ്റർബിങ് ആവണം. ഡിസ്റ്റർബിങ് ആവുമ്പോൾ തന്നെയാണ് ഒരു സെക്കൻഡ് തോട്ട് നമ്മുടെ ഒരു സോഷ്യൽ ഒരു സൈക്കിൾ ഉണ്ടാവുക എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് അങ്ങനെ ഡിസ്റ്റർബിങ് ആവണം, കുറച്ചൊക്കെ ഡിസ്റ്റർബിങ് ആവണം എന്നാണ് തോന്നിയിട്ടുള്ളത്. നല്ലതാണ് ഡിസ്റ്റർബൻസ്. ഇത്രയും വലിയൊരു ഉർവശി മാം, പാർവതി റോബ്, സോ ഇവരോടൊക്കെ ഉള്ളൊരു നിങ്ങളുടെ ഒരു ടീമിനുള്ളൊരു വർക്കും കാര്യങ്ങളൊക്കെ, സെറ്റിലെ കുറച്ച് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ. കാരണം ഇറ്റ്സ് 2 years ജേർണി ആയിരുന്നു. സാറിന് രാവിലെ പറഞ്ഞു 2 വർഷത്തെ ഒരു കഠിനാധ്വാനമായിരുന്നു. കാസ്റ്റിനോട് എല്ലാം സ്റ്റോറി കൺവേ ചെയ്യുന്നത് തൊട്ട് അവരുടെ റെസ്പോൺസും കാര്യങ്ങളും അവർ പറഞ്ഞിട്ട് ഫീൽസ് ലൈക്ക് എ ഹോം.
സോ ഹൗ വാസ് ദാറ്റ്? എല്ലാവരോടും സ്റ്റോറി പറയുവാണ്, അത് കൺവേ ചെയ്യിപ്പിക്കണം. ആ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കാസ്റ്റ് ആണല്ലോ, പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് തോന്നും. പക്ഷേ ആക്ച്വലി നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈസിയർ പാർട്ട് എന്ന് പറഞ്ഞ കാസ്റ്റിംഗ് ആയിരുന്നു. ഇവരെ അപ്രോച്ച് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇവരോട് കഥ പറഞ്ഞ് ഇവരത് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അവരതിന് ഉത്തരം പറയാനും നമുക്ക് അത്രയും സമയം എടുത്തിട്ടില്ല. കാണുമ്പോൾ അത് കണക്ട് ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ അത് നരേറ്റ് ചെയ്യുമ്പോഴും എല്ലാവർക്കും ആ കഥകൾ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഉർവശി ചേച്ചിയൊക്കെ ആണെങ്കിൽ ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു. ഉർവശി ചേച്ചി ഒരുപാട് നല്ല ഇൻപുട്സ് വന്നിട്ടുണ്ട്. അതെ, വിളിച്ച് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കഥ പറഞ്ഞതിന് ശേഷം ചെയ്യാം. എനിക്ക് ആദ്യം ഞാൻ ചേച്ചിയെ വിളിച്ച് സംസാരിച്ചിട്ട് അർച്ചനെ വിളിച്ച് കഥ പറയായിരുന്നു. ഈ പറഞ്ഞ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അപ്പോൾ വിളിച്ച് കഥ പറയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് ആ കുട്ടിയുടെ നമ്പർ തരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചിയെ വിളിച്ചിട്ട് ചേച്ചിയുടെ സൈഡിൽ നിന്ന്. അപ്പം നമുക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ചേച്ചിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചേച്ചിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ വേറെ ഇതുപോലത്തെ ഒരു പരിപാടി, എന്തോ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ ചേച്ചി അപ്പോഴും ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു. കാരണം ഇടയ്ക്ക് കുറേ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു, ചേര എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ആ ഗ്യാപ്പിൽ ചേച്ചി ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, ഇത് നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ വന്നിരിക്കുന്ന പടം എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി അത് ആ പ്രോജക്റ്റ് ചെയ്തില്ല. അപ്പം അങ്ങനെ ഭയങ്കര എല്ലാവരും, ഈവൻ പാർവതി ആണെങ്കിലും എല്ലാവർക്കും അതിൻ്റെ അകത്ത് അവരുടെ സൈഡിൽ നിന്നുള്ള ഇൻപുട്ടുകളും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഡയലോഗ്സിനേക്കാളും എക്സ്പ്രഷൻസ് ആണ് ഈ മൂവിൽ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. സോ അതൊരു നിർബന്ധമായിരുന്നു, എക്സ്പ്രഷൻസിലൂടെ കൺവേ ചെയ്യണം, ഡയലോഗ്സ് കുറയ്ക്കണം, അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ? അങ്ങനെ നമ്മളൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടില്ല. ഡയലോഗ്സ് കുറവാണ് മെയിൻലി, അങ്ങനെ എനിക്ക് എഴുതാൻ അറിയുള്ളൂ. പിന്നെ വരുമ്പോൾ പിന്നെ നമുക്കുള്ള കാസ്റ്റ് എല്ലാവരും ഈ ഡയലോഗ്സിലൂടെ പറഞ്ഞ് ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ആർ വെരി ഗുഡ് ആക്ടേഴ്സ്. അപ്പോൾ നമുക്ക് അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലതെന്നായിരുന്നു നമ്മളും ആലോചിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഐ തിങ്ക് ദേ ഡിഡ് ദാറ്റ്. അതൊരു ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത്. ഇപ്പം ആക്ച്വലി ഇന്ന് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പലരും ഈ സാധനം പറഞ്ഞു, അതിൽ കീ പോയിന്റ്സ് ഒക്കെ വിത്തൗട്ട് ഡയലോഗാണ് കൺവേ ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ആക്ച്വലി ഡയലോഗ്സ് ഇല്ലാതെ നമുക്ക് ആ ഇമോഷൻ ലുക്ക് കൊണ്ടും ഒക്കെ അത് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ അതൊരു ഭയങ്കര കോൺഷ്യസ് ആയിട്ട് എടുത്ത ഒരു സാധനമല്ല. നമുക്കത് ചെയ്യുമ്പോൾ ആ ഷോട്ടിൽ അത് വർക്കാവുന്നുണ്ടെന്ന് നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. ഈവൻ അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കിരൺ ദാസ് ആണ് അതിൻ്റെ എഡിറ്റർ. അപ്പോൾ കിരണിൻ്റെ എഡിറ്റിംഗ് അതിൽ ഭയങ്കര ഒരു ഫാക്ടറാണ് ആ രീതിയിൽ അത്തരം സാധനങ്ങൾ വർക്കാവുന്നതിൽ. കാരണം അതൊരു എന്താ പറയുക, ചിലപ്പോൾ ഒരു ഹാഫ് എ സെക്കൻഡ് കൂടുതലോ കുറവായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഇമോഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ എന്താ പറയണ്ടേ, ഒരു എഡിറ്റ് ഡിസിഷൻസ് ഒക്കെ ഭയങ്കര ക്രൂഷ്യലായിരുന്നു. അപ്പോൾ അതാ പറഞ്ഞത്, അങ്ങനെ കുറേ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോൾ ഇൻ ആവുമ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണത്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മ്യൂസിക്കാണ്. നമ്മുടെ ഗോവിന്ദ് വാസന്തിയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സോ ആ മ്യൂസിക്കും ആ സീനുമായിട്ട് നല്ല, ഐ മീൻ ഗൂസ് ബംസ് തിയേറ്ററിൽ ഇതാണ് നമ്മൾ കണ്ടത്. സോ മ്യൂസിക് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് റോളാണ് വഹിച്ചിട്ടുള്ളത് ഓരോ ക്യാരക്ടറും ബിൽഡ് ചെയ്യാനായിട്ട്. ഇത് തീരാനായിട്ട് 2 വർഷത്തെ ജേണിയാന്ന് പറഞ്ഞില്ലേ, അതിലൊരു 1.25 വർഷം മ്യൂസിക്കിൻ്റെയാണ്. കാര്യം ഗോവിന്ദിൻ്റെ ഒരു ടൈം എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മളിങ്ങനെ ഇന്ന ടൈം കൊണ്ട് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് ചെയ്യിച്ചിട്ടില്ല. ഗോവിന്ദിന് ഫ്രീ ആയിട്ട് വരുന്ന ടൈമിൽ ഗോവിന്ദിന് അത് ചെയ്യാൻ തോന്നുന്ന മൂഡിൽ ഇരുന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത്രയും ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഗോവിന്ദ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഗോവിന്ദിൻ്റെ ഒരു സ്ട്രോങ് ഏരിയ ആണ് ഇമോഷൻസിനെ ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഗോവിന്ദിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു കോർ സ്ട്രോങ് ഏരിയ അതാണ്. അപ്പോൾ അതെനിക്കൊന്ന് പുള്ളി ഭയങ്കര എൻജോയ് ചെയ്ത് തന്നെ ആ പരിപാടി പിടിച്ചിട്ടുണ്ട്. അത് കാര്യം നമ്മളിപ്പോൾ ഇത് ഒരു തിയേറ്റർ പ്രിവ്യൂ ഇന്ന് ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. നമുക്കൊരു ഇത് OTT പ്രീമിയർ ആണ്, നമുക്കൊരു ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതാണ്. പിന്നെ ഈ പറഞ്ഞാൽ അതിൻ്റെ ഒരു മ്യൂസിക്, അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു സ്പെക്ട്രം, ഇപ്പോൾ ഇതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോം തിയേറ്ററിലൊക്കെ കാണുന്നവർക്ക് മാത്രമായിരിക്കും അത് ആ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുക. എൻ്റെ ഒരു മിക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫോണിലും ലാപ്ടോപ്പിലും അല്ലെങ്കിലൊക്കെ കാണുമ്പോൾ അത് എപ്പോഴും വരുന്ന ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ അത് മ്യൂസിക്, കാരണം ഇതിൽ മ്യൂസിക് ഭയങ്കര ക്രൂഷ്യലാണ് എന്നുള്ളത് നമുക്ക് ആദ്യമേ നമ്മൾ കാരണം ഇതിൽ ഉറുമ്പിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ മ്യൂസിക്കലി തന്നെ ട്രീറ്റ് ചെയ്യണം, ആ ഡിസ്റ്റർബൻസ് മ്യൂസിക്കലി കൊണ്ടുവരണം എന്നുള്ളൊരു കോൾ ആദ്യമേ ഉണ്ട്. നമ്മൾ ആദ്യം ഗോവിന്ദിനോട് ഫസ്റ്റ് മീറ്റിംഗ് പറയുന്നതും അതാണ്. മ്യൂസിക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് പുള്ളി മ്യൂസിക്കലി അത് ഇന്റർപ്രറ്റ് ചെയ്തേക്കുന്ന പരിപാടിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ പുള്ളിയുടെ ഒരു സ്ട്രോങ് ഏരിയ ആണ്. വയലിനുള്ള പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ സാർ, KG ജോർജ് സാറിൻ്റെ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. സോ ഹൗ വാസ് എക്സ്പീരിയൻസ്, എങ്ങനെയാണത്? അത് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു KG ജോർജ് ഫാൻ ബോയ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് മൈ ട്രിബ്യൂട്ട് ടു KG ജോർജ്. അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു ജനറേഷന് ഇങ്ങനെ ഒരു ഫിലിം മേക്കർ ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറേ സിനിമകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അത് ജോർജ് സാറിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ഓൾ ഇൻക്ലൂസീവ് ഒരു ഡോക്യുമെൻ്ററി അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും അല്ല. അത് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ ടു KG ജോർജ് ആൻഡ് ഹിസ് പെർസോണ ആൻഡ് ഹിസ് ഫിലിംസ്, അത്രേ ഉള്ളൂ അത്.
കാര്യം ആ ഒരു 1.25 മണിക്കൂർ നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയണ്ടേ, അതിന് ഒരുപാട് KG ജോർജ് സാറിനെയും സാറിൻ്റെ സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആ ഡോക്യുമെൻ്ററി വർക്കായിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ജോർജ് സാറാണ് അതിൽ മെയിൻ ഒരു പരിപാടി. സാറിൻ്റെ ക്യാരക്ടർ, സാറിൻ്റെ ഒരു പെർസോണ, സാറിൻ്റെ സിനിമകളുടെ മൊമെൻറ്റ്സ് ഒക്കെയാണ് അതിനെ എന്താ പറയണ്ടത് ഒന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് വാച്ച് ആക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഓട്ട് യു മാം. മാം സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു ഫാക്റ്റ് എന്തായിരിക്കും? ഈശ്വര, എനിക്ക് ഇങ്ങനെ ഒരു ഇപ്പം ഇതിങ്ങനെ പോലെ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആദ്യത്തെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തോന്നി എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്, എനിക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ റൂൾസ് ഒന്നും അറിയില്ല. ഞാൻ കൂടുതലും എനിക്കൊരു സിനിമയുമായിട്ടുള്ള ബന്ധം കൂടുതലും എനിക്കൊരു അക്കാഡമിക് ലെവലിലാണ്. അപ്പോൾ അത് വളരെ ഡിഫറെൻ്റ് ആണല്ലോ. പ്രാക്ടിക്കൽ രീതിയിൽ വരുമ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിനൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ഞാൻ പഠിച്ചതായാലും പഠിപ്പിച്ചതായാലും ഒക്കെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇത് വരുമ്പോൾ ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് അക്കാഡമിക്കലി അറിയാം. പക്ഷെ അതല്ല നമ്മളിവിടെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് പഠിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് മേ ബി നെക്സ്റ്റ് ഒന്ന് എഴുതാൻ പറ്റുമ്പോൾ എഴുതുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ റൈറ്റിംഗ് ചെയ്യണമെന്ന് ഞാൻ ഇതൊന്ന് പഠിച്ചു. മറ്റത് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കുറേ കൂടെ ഫ്രീഡം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. നോർമലി നമുക്കിങ്ങനെ ഒരുപാട് ആൾക്കാർ പുതിയ അപ്കമിങ് റൈറ്റേഴ്സ് ആവാൻ ആഗ്രഹമുള്ളവർ പലരും അവരുടെ വർക്ക് ചെയ്ത സാധനങ്ങൾ അയച്ചു തരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ലാക്ക് ചെയ്യുന്ന ഒരു സാധനം ഒരു വിഷ്വൽ തിങ്കിങ് ആണ്. അപ്പോൾ അർച്ചന അയച്ചൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സാധനം ആ വിഷ്വൽ ഒരു തിങ്കിങ് ഉണ്ട്, കൺസീവ് ചെയ്യുന്ന വിഷ്വലിയാണ്. പിന്നെ അതിൽ ഈ പറയുന്ന എന്താ പറയണ്ടേ ഡയലോഗ് പാർട്ട് എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ അതിനൊരു ബ്രെവിറ്റി ഉണ്ട്, അത് ഭയങ്കര ഷാർപ്പ് ടു ദ പോയിന്റ് ആണ്. അങ്ങനത്തെ കുറച്ച് പോസിറ്റീവ് ഫാക്ടർ. പിന്നെ ഒരു സ്ക്രീൻ പ്ലേ, ഒരു ഫങ്ഷണൽ സ്ക്രീൻ പ്ലേ ആക്കുക, ഒരു കഥേനെ ഒരു ഫങ്ഷണൽ സ്ക്രീൻ പ്ലേയിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ടെക്നിക്കൽ ജോബാണ്, അതൊരു ടയറിങ് പണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കൊന്നും പേഴ്സണലി ഇരുന്ന് എഴുതാനുള്ള ക്ഷമ പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം പക്ഷേ നമുക്കത് പറയാൻ പറ്റും, ഇന്ന രീതിയിലാണ്, ഇങ്ങനെ വന്നാലാണ് അത് ആവുക എന്ന് പറഞ്ഞാൽ അത് പെർസീവ് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാനും അത് ആ രീതിയിൽ ചെയ്യാനും പറ്റുക എന്ന് പറയുന്ന ഒരു പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത് ആ പ്രോസസ്സ് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റി. ഷോർട്ട് ഫിലിംസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് എന്താണ് വ്യത്യസ്തമായിട്ട് തോന്നി? ഐ മീൻ ഒരു ഷോർട്ട് ഫിലിം, അതായത് നമ്മളൊരു കുഞ്ഞു തിരക്കഥ എഴുതിയിട്ട് പിന്നെ ഒരു മുഴുനീള ചിത്രമായിട്ടത് മാറുവാണ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ്. ഷോർട്ട് ഫിലിം ഇപ്പം നമ്മൾ ചെയ്തത് ആത്മനിർഭറാണ്. അപ്പോൾ ആത്മനിർഭറിൽ അങ്ങനെ സ്ക്രിപ്റ്റായിട്ടൊന്നും ഇല്ല. അതൊരു ചെറിയൊരു കോൺസെപ്റ്റ് അതിനെ ഒന്ന് വലുതാക്കി പിന്നെ നമ്മൾ തന്നെ ഒരുമിച്ച് ചെയ്ത് അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് വെച്ച് ചെയ്തു. ഒരു പേപ്പർ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ അതിൽ. ഇത് പക്ഷെ അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ? അതെ, അല്ല ഇത് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ 5 കഥകളായതിനു ശേഷം പിന്നെ അതിനെ ഒരു സിംഗിൾ നരേറ്റീവ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജൊക്കെയാണ് അതിൻ്റെ അകത്ത് ഒരു കുറച്ച് എന്താ പറയുക പണിയെടുത്തിട്ടുള്ള സ്ഥലങ്ങൾ. പണിയെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ കുറേ പല രീതിയിൽ ടീക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം നമ്മൾ കാണുന്ന ഒരു ഫൈനൽ സാധനത്തിൽ എത്തുന്നതിന് മുമ്പ് പല അതിൻ്റെ കോമ്പിനേഷൻസും പല രീതിയിൽ അത് കണക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതെ, ഇതിപ്പോൾ അങ്ങനെ ജ്ഞാനം മുഴുവൻ എഴുതി ഇത് വായിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്ത് അങ്ങനെയല്ല ചെയ്തിട്ടില്ല. അപ്പോൾ ലിജൻ എല്ലാ സ്റ്റേജിലും ഉണ്ടായിരുന്നു. അല്ല, ഞാൻ അഭിപ്രായങ്ങൾ പറയും, നമുക്ക് അത് പറഞ്ഞാൽ നമുക്ക് അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ ചില സാധനങ്ങൾ പറയുമ്പം അത് അർച്ചനയ്ക്ക് പെട്ടെന്ന് എടുക്കും. അപ്പോൾ ചിലത് പറയുമ്പോൾ അത് എന്തിനാണ്, അതിൻ്റെ ആവശ്യമില്ല, അത് എന്തിനാണ് അങ്ങനെ എന്ന് ചോദിച്ച് അല്ല അങ്ങനെ ചോദിക്കാം നമുക്ക് ചെയ്യുമ്പോൾ ഫൈറ്റ്. അപ്പൊ ഇതെന്തിനാണ് ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വർക്ക് ആവില്ല. അത് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട്, ഇങ്ങനെ പിടിച്ചാലാണ് അത് കിട്ടുക എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത് ഒരാളുടെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ അതിന് നമുക്കത് ഓവർ ബോർഡായിട്ട് നമുക്ക് എക്സ്പെരിമെന്റൽ ആവാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണേൽ ചെയ്യാം. നമുക്ക് നമ്മുടെ കാശ് കൊണ്ട് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അത് നമുക്ക് തന്നെ കണ്ടാൽ മതി, നമുക്ക് എങ്ങനെ വേണേൽ ചെയ്യാം, എന്തും ചെയ്യാം. പക്ഷേ ദിസ് ഹാസ് ടു വർക്ക്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന് ഇത് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന പരിപാടികൾ നോക്കാം എന്നുള്ള ഒരു. ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു ഈ ഹെൽത്തി ഫൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു? ലൊക്കേഷനിൽ ഫൈറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ പറഞ്ഞില്ല, അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സുഹൃത്തായിട്ടുള്ള സുനിലാണ് ഇതിൽ അസോസിയേറ്റ്. അപ്പോൾ സുനിലിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് തീർക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർച്ചനയുടെ ഒരു വിചാരം നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ വരുന്നുണ്ടോ എന്നുള്ള കൺസേൺ കൊണ്ടാണ് അർച്ചന അത്രയും അതിൽ ഇതാകുന്നത്. പക്ഷേ ഇതൊരു ഫൈനൽ ഈ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞ് ഇതിൻ്റെ എഡിറ്റും പരിപാടിയൊക്കെ കഴിയുമ്പോഴാണ്
പ്രോസസ്സ് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് എന്നുള്ളത് അർച്ചനയ്ക്ക് അതിന് മുമ്പ് സിനിമയിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട് അവിടെ. അപ്പം അതുകൊണ്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഹാപ്പൻസ്. പക്ഷെ അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ അല്ല ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു. ലിജിന് അങ്ങനെ ഇപ്പൊ പറയുന്നത് കറക്റ്റ് ആട്ടോ. ഇപ്പൊ എനിക്ക് ലാക്ക് ഓഫ് എക്സ്പീരിയൻസിന്റെയും ലിജിന് എക്സ്പീരിയൻസിന്റെയും ഒരു ഇതുണ്ടല്ലോ, അതൊരു സ്ട്രെങ്ത് ഉണ്ട്, ഇവിടെ ഒരു വീക്ക്നെസ് ഉണ്ട്. അപ്പൊ ചിലർക്ക് അത് വൃത്തിക്ക് പറഞ്ഞു തരാൻ പറ്റും. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അത് ഇതിങ്ങനെയാണ്, അത് ലിജിന് അറിയില്ല. അപ്പൊ അതിന്റെ ഒരു എനിക്കറിയില്ല ശരി. നമ്മളെന്താ പറയുക, നമ്മളൊരു ലൊക്കേഷനിൽ നമുക്ക് ഒരുപാട് നമുക്ക് ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഇത് ഒരു ഔട്ട്ഡോർ ഷൂട്ടാണെങ്കിൽ ലൈറ്റ് പോകുന്നതിന് മുമ്പ് തീരണം. ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പോൾ അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റ് എന്നിട്ട് അവർ നിൽക്കുന്നുണ്ടോ. അപ്പം ഇങ്ങനെ പലതരം പ്രഷറിലാണ് നമ്മൾ നിൽക്കുക. അപ്പോൾ വന്നിട്ട് മറ്റേ ഈ ഷോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അത് ശരിയാവും എന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇങ്ങനെയല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്നേരം നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇപ്പം അത് ഡിഫറെന്റ് പല സ്റ്റേജിലും. ഇപ്പം ഞാൻ ഫ്രൈഡേ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സാൻഡ്ര ആയിട്ട് നമ്മൾ ഡെയിലി ബേസിൽ അടിയാണ്. സാൻഡ്ര പക്ഷേ അഗെയിൻ നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അത് കഴിയുമ്പോൾ തീരും. പക്ഷേ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ വിചാരിച്ച് ഇന്ന് ഈ പടം നിൽക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം അതുപോലെ അടിവെക്കും നമ്മൾ. നമ്മളൊരു ക്രിയേറ്റീവ് സ്പേസിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ മണ്ടത്തരമായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഭയങ്കര സിൻസിയർ ആണ്. പക്ഷെ ആ സമയത്ത് ചോദിക്കാൻ പാടില്ല എന്ന് അറിയില്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഡയറക്ടർക്ക് ഇത്രയും ടെൻഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ അത് സ്ട്രെസ് ആണ് എന്ന് ഒരു വകതിരിവപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അറിയാം. മേ ബി നെക്സ്റ്റ് പറയുന്നത് അതിന് മറുപടി പറഞ്ഞ ടോൺ ശരിയായിരുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഓക്കെ സലാം, തൽക്കാലം എനിക്ക് ടോൺ ശരിയാക്കാം. അല്ല അത് എന്റെ ക്യാരക്ടറിന്റെ പ്രശ്നം കൂടി ആയിരിക്കും. അത് എനിക്കറിയാം. ലൈക്ക് ഐ നോ ദാറ്റ്. കാര്യം എനിക്ക് ആ പ്രശ്നമുണ്ട്. കാര്യം നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയണ്ടത്, സ്ത്രീകളുടെ അടുത്ത് ഓപ്പോസിറ്റ് ജെൻഡറിന്റെ അടുത്ത് നമ്മൾ ഇടപെടുമ്പോൾ കാണിക്കേണ്ട ചില കുറച്ച് സെൻസിറ്റിവിറ്റി. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സിനിമ കുറച്ച് ആ രീതിയിലൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. നമ്മളൊരു ഫീമെയിൽ സിൻസിയർലി എനിക്ക് എൻ്റെ ആസ് എ പേഴ്സൺ എനിക്ക് ഒരു ഫീമെയിൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ മൈൻഡ്സ്കേപ്പിന്റെ കുറച്ച് നമ്മളുടെ വയറിങ് ഡിഫറെന്റ് ആണ് നാച്ചുറലി. അപ്പൊ അതെനിക്ക് അപ്പൊ അത് എനിക്കറിയാം. ഇപ്പൊ എൻ്റെ വൈഫും എൻ്റെ മകളും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ ഫസ്റ്റ് വിക്ടിംസ്. അവര് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് അവർ സഫർ ചെയ്തു. അപ്പം നമ്മൾ മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ ചിലപ്പോൾ അത് പ്രശ്നമാണ്. അത് ആ ഒരു റിയലൈസേഷൻ ഉണ്ട്. അത് ഫാക്ട് തന്നെയാണത്. അത് ഡിനൈ ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പം പക്ഷെ ആ സമയത്ത് നമുക്ക് അതിൻ്റെ മേലെ ഈ ഷൂട്ടിങ്ങിൻ്റെ ഒരു പ്രഷറും കൂടെ ഉള്ളപ്പോൾ നമുക്കത് അത്ര ലൈറ്ററായിട്ട് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതെ, അത് നമ്മള് ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്രണ്ട്സ് ആണെന്നുള്ളതിന്റെ സ്വാതന്ത്ര്യം ചിലപ്പോൾ ഞാനും എടുത്തിട്ടുണ്ടാവും. മര്യാദയോടെ ഉത്തരം പറയണം. അതിന്റെ മറ്റേ ചില ഇതില് അർച്ചന പറഞ്ഞിട്ടുണ്ട്, ഈ ഹെർ എന്ന് പറയുന്ന സിനിമ ഡയറക്ട് ചെയ്യാൻ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മേ ബി ദാറ്റ്സ് ട്രൂ. അതെ, അപ്പൊ ഞാനൊട്ടും സെൻസിറ്റീവ് അല്ല, മനസ്സിലാക്കുന്നില്ല. എനിക്ക് ആ പ്രശ്നം ഉണ്ട്. ശരിയാണ്. കാര്യം അതേ പറഞ്ഞ എനിക്കും ഇതൊരു കറക്ഷൻ പരിപാടിയും കൂടെയാണ്. സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായ ഒരു കുട്ടനാട്ടുകാരനാണ്. നെടുമുടി വേണു സാർ സിനിമയിലുണ്ടെന്ന് ഇൻസ്പിറേഷനിലൂടെ സിനിമയിൽ എത്തപ്പെട്ടൊരു വ്യക്തിയാണ്. അധികം ഗൈഡ് ലൈൻസോ ഒന്നും ഉണ്ടായിട്ടില്ല. സോ ഒറ്റയ്ക്ക് വന്നൊരു വ്യക്തിയാണ് എന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല, അതാണ് കാര്യം. നമുക്കങ്ങനെ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ എൻ്റെയൊക്കെ ഒരു സ്കൂളിങ് കോളേജ് ആ ടൈമിലൊന്നും സിനിമയിലേക്ക് ആക്സസ് ഇത്ര ഈസി അല്ല ഇന്നത്തെ പോലെ. നമുക്ക് ഇപ്പം അതേ പറഞ്ഞു, ഒരു കുട്ടനാട്ടിലുള്ള ഒരാൾക്ക് എങ്ങനെ നമ്മൾ സിനിമയിലേക്ക് എത്തുമെന്ന് ആലോചിക്കാൻ പോലും ഇല്ല. നമുക്ക് കുട്ടനാട്ടിലിടയ്ക്ക് ഷൂട്ടിങ്ങുകൾ വരുമ്പോൾ ഷൂട്ടിങ് കാണും എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊരു എങ്ങനെയാണ് സിനിമയിലേക്ക് വരേണ്ടത് വഴി ആകെ നമുക്കറിയുന്നത് പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിന് ഡിഗ്രി കഴിഞ്ഞിട്ട് അത് പോയിട്ട് എഴുതണം എന്നൊക്കെ പറഞ്ഞ പരിപാടി അതാണ്. അപ്പോൾ നമുക്ക് ആകെ ഉള്ളൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുമുടി വേണമെന്ന് പറഞ്ഞിട്ടൊരാൾ പുള്ളി സിനിമയിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ വഴി കൂടെ സിനിമയിൽ വരാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് അത് മേടിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാം എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ ഒരു എഴുത്തുകാരിയാവും ഇതുപോലൊരു സിനിമ? തീർച്ചയായിട്ടും ഇല്ല. ഞാൻ സിനിമ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു തിയേറ്ററിൽ. പക്ഷേ അത് അഭിനയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അപ്പോൾ കലയുമായിട്ട് എപ്പോഴും ഞാൻ കണക്റ്റഡ് ആയിരുന്നു, സ്കൂളിലായാലും കോളേജിലായാലും ഒക്കെ. പക്ഷെ സിനിമ എന്ന് പറയുന്ന ആ ഒരു സ്കെയിലിലേക്ക് ഞാൻ ഒരിക്കലും ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. വെറുതെ നമ്മൾ ഇതെൻ്റെ എന്നത്തെയും സ്വപ്നമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അല്ലായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞ് ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ സമയത്ത് കുറച്ചും കൂടെ ലൈഫിനെ സീരിയസ് ആക്കി എടുക്കാൻ തുടങ്ങിയപ്പോഴും സിനിമയിലേക്ക് പോകണം. മേ ബി ആ സമയത്ത് കുറച്ചുകൂടെ പറ്റുമായിരുന്നിരിക്കണം. കാരണം നാടകവും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയി ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് കോളേജാണ്, കുറേയും കൂടെ യങ് ആണ്. അപ്പോൾ മേ ബി അത് ചെയ്യാൻ പറ്റുമായിരുന്നിരിക്കണം. ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. ഞാൻ അതിൽ ലിജിൻ പറഞ്ഞ പോലെ FTI ആയോ അല്ലെങ്കിൽ ഡ്രാമ സ്കൂളോ ആ രീതിയിൽ പോകും എന്നാണ് എന്നെപ്പറ്റി എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക. എനിക്കും അറിയില്ല, ഞാൻ അങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ സ്ഥിര വരുമാനമൊക്കെ ഉള്ള ഒരു ജോലി വേണം എന്നാണ് ആഗ്രഹിച്ചത്. അതാണ് ചെയ്തത്. ഞാൻ റിപ്പൻറ്റ് ചെയ്യുന്നില്ല. കറക്റ്റ് ഡിസിഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു തിരിച്ചൊരു അക്കാഡമിക്സിലേക്ക് തിരിച്ചു വന്ന സമയം ഇനിയും പഠിക്കണം എന്ന് ആലോചിച്ച സമയത്ത് സിനിമയിലാണ് PhD ചെയ്തത് എന്നുള്ളത് കൊണ്ട് ആവണം ചിലപ്പോൾ ഇതിലേക്ക് വീണ്ടും വരാൻ പറ്റിയതും. മേ ബി അതൊരു നിമിത്തമാണോ എനിക്ക് അറിയില്ല എന്താണ് അങ്ങനെ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നേ. ഞാൻ ആലോചിച്ചിട്ടില്ല തിരിച്ച് കലയിലേക്ക് വീണ്ടും വരും. കാരണം ലൈഫ് ചേഞ്ച്ഡ് ആഫ്റ്റർ ഡിഗ്രി. ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കോർപ്പറേറ്റ് ജോലിയും ഒക്കെ ആയിട്ട് വേറെ ആയിരുന്നു ജീവിതം. തിരിച്ച് വരുമെന്ന് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. മറ്റേ കോർപ്പറേറ്റ് മൈൻഡ് സെറ്റിലാണ് സിനിമ എല്ലാം അതുപോലെ നടക്കണം എന്ന് പറയുന്ന സാധനത്തിലാണ് അച്ഛനെ ചോദിച്ചിട്ടില്ല. ഗൂഗിളിലൊക്കെ വർക്ക് ചെയ്തിട്ട് വന്നിട്ട് ഗൂഗിളിൽ കാര്യങ്ങൾ നടക്കുന്ന പോലെ നമ്മളോട് ടാസ്ക് ഇത് വെക്കുന്നു, ടൈം ലൈൻ വെക്കുന്നു, ഡെഡ് ലൈൻ വെക്കുന്നു, അതുപോലെ നടക്കണം. ഒരു പ്രശ്നമാണ്. ശരിയാണ് കേട്ടോ. പക്ഷെ ശരി, ഇപ്പൊ അതല്ല ചോദിച്ചത്. പക്ഷെ അത് സത്യമായിട്ട് പ്രശ്നമാണ്. കാരണം അങ്ങനെയാണ് നമ്മളെ തുടക്കം മുതൽ ഫസ്റ്റ് ജോബ് എപ്പോഴും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അവിടെയൊക്കെ നമ്മളെ പഠിപ്പിച്ചതും ചെയ്തതും ഒക്കെ അതിനുശേഷം നമുക്ക് നല്ലോണം നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ കുറച്ചൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് സിനിമയിൽ നടക്കില്ലല്ലോ. ഇല്ല, നടക്കാറില്ല. അപ്പോൾ അതിന് പറയാനുള്ളത് ഇല്ല. അല്ല ഞാൻ പറഞ്ഞ അർച്ചന ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. ഇപ്പോൾ അർച്ചന മറ്റേ ഞാൻ 15-ാം തീയതി 5:30 ഇത് അയച്ചിരിക്കുന്നു പറഞ്ഞാൽ 15-ാം തീയതി 5:30 മെയിലിൽ അത് വന്നിരിക്കും. അപ്പോൾ അർച്ചന തിരിച്ച് എല്ലാവരുടെ അടുത്തുനിന്ന് അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അത് ഭയങ്കര ഓവർ പഞ്ചുലാണ്. അത് തിരിച്ചെല്ലാവരും അതേപോലെ ഞാൻ എത്ര മറ്റേ ഇതാണോ അപ്പൊ എന്തുകൊണ്ട് നിങ്ങളത് തിരിച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബാക്കി സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു മെജോറിറ്റിയും ഒരു കെയോസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് കെയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊന്നും നമുക്ക് ഇപ്പൊ മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഈ പറയുന്ന കെയോസ് ഉണ്ടാവും. അപ്പൊ ഞാൻ മാറിയാലേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ ഞാൻ ഇതിൽ സർവൈവ് ചെയ്യും. ഇപ്പം ഇതിൽ ഞാൻ അതാ പറഞ്ഞു, ഒരു പ്ലാനും ഇല്ല. ശരി, പോവാം, പ്രിവ്യൂ ആണോ, ശരി. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഐ തിങ്ക് ഫ്രീ ആയിട്ട് ഇതിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാവും എനിക്ക് പേഴ്സണലി. ഇപ്പോൾ ലിജിനൊക്കെ അതിന് യൂസ്ഡ് ആണ്, കാലങ്ങളായിട്ട് സിനിമയിലാണ്, ഞാൻ പുതിയതാണ്. അപ്പോൾ എനിക്ക് സമയം എടുക്കും ഈ കെയോസിലേക്ക് വരാൻ. അപ്പോൾ മാം ഡാർലിങ്സ് എന്ന സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ഞാൻ മാനേജ് ചെയ്യുമായിരുന്നു, ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ചെയ്തിരുന്നു ഇടയിൽ. ഇപ്പൊ റോഷനെ മാനേജ് ചെയ്തിട്ടുണ്ട്, ദർശന അങ്ങനെ കുറച്ച് പേര് യങ് ഇൻഡസ്ട്രിയാണ്. സോ അതെ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ മറ്റ് ഭാഷകളിലുള്ള പ്രൊഡക്ഷൻ കമ്പനിയും പിന്നെ അതുപോലെ OTT പ്ലാറ്റ്ഫോംസ് ആയാലും നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഒക്കെ പോലെയുള്ള അവരോടും ഒക്കെയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ പറഞ്ഞ എൻ്റെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് എനിക്കതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സംസാരിക്കാനും ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ വർക്ക് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ആക്ടേഴ്സിൻ്റെ കൂടെയാണ് ഇവരെയൊക്കെയാണ് മാനേജ് ചെയ്തിട്ടുള്ളത്. റോഷനായാലും ദർശനയായാലും ശാന്തി ആയാലും എല്ലാവരും. വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ. അപ്പോൾ അതെനിക്ക് എൻജോയ്മെൻറ്റ് തന്നെയാണ്. അപ്കമിങ് ആയിട്ടുള്ള ഫിലിംസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഹെറിന് മുമ്പ് ഷൂട്ട് ചെയ്ത് ചേരാന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഉണ്ടായിരുന്നു, റോഷനും നിമിഷയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ. അതിൻ്റെ ഒരു കുറച്ച് ഷൂട്ട് ബാലൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഫിനിഷ് ചെയ്യാനുള്ള വർക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോജക്റ്റ് പരിപാടിയിലേക്ക് കയറണം. അതെ. എനിക്ക് പ്രത്യേകിച്ച് സിനിമയൊന്നുമില്ല. അതിന് പുതിയ ഒരു 1-2 സ്റ്റോറി ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്. നല്ല സാധനങ്ങളാണ്. അത് നല്ലൊരു തിരക്കഥയാവട്ടെ. പിന്നെ ഹറിനെ കുറിച്ച് മാമിനും സാറിനും എന്തെങ്കിലും പറയാനായിട്ട്, ഹർ എന്ന സിനിമയെ കുറിച്ചിട്ട്? ഹർ ഇപ്പോൾ അതിൽ 5 സ്ത്രീകളുടെ കഥയാണ് ഹർ. അത് പറഞ്ഞ പോലെ തന്നെ 5 സ്ത്രീകളുടെ കഥയാണ്. ഇത് എനിക്ക് തോന്നുന്നു തീരെ സോഫിസ്റ്റിക്കേഷൻ ഒന്നും ഇല്ലാതെ, സൂപ്പർഫിഷ്യൽ ലെവലിലൊന്നും അല്ലാതെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സാധാരണക്കാരുടെ കഥയാണ്, നമ്മളുടെ എല്ലാവരുടെയും കഥയാണ്. ഇതിൽ 5 പ്രത്യേക സാഹചര്യങ്ങളിൽ ചില 5 സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് തിങ്സ് നമ്മൾ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഒരു വലിയ ഒരു സ്കെയിൽ അങ്ങനെയൊന്നും പറയാനൊന്നും ഇല്ല. ശരിക്കും
എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് തോന്നുന്നു റിലേറ്റ് ചെയ്യാൻ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇവരെ ചുറ്റുമുള്ളവരായിട്ട് ഇപ്പൊ ഇതിൽ രുചി ആയാലും ശാന്തി ആയാലും നമ്മൾ എവിടേക്കോ കണ്ടിട്ടുണ്ട്. നമ്മളാണ് ഇതിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാവാം, നമ്മൾ പറയാത്തതാവാം, നമ്മൾ ആലോചിച്ചിട്ടുള്ളതാവാം, പറയാത്തതാവാം, അല്ലെങ്കിൽ നമുക്ക് അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാത്തതാവാം. അത്തരം കാര്യങ്ങൾ ഒരു പെർട്ടിക്കുലർ നാരറ്റീവ് സ്ട്രക്ചറിൽ നമ്മളൊരു സിനിമയാക്കി ചെയ്തു. അത് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇത് സ്ത്രീകൾ എന്ന് വെച്ചാൽ ഇതിനൊരു പെർട്ടിക്കുലർ ഇത് ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നതിനേക്കാളും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണെന്നേ ഉള്ളൂ. അവരുടെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയാൻ, അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാം എന്ന് ഒരു മെസ്സേജോടുകൂടി. അതെ അതെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിൻ്റെ അകത്ത് മെസ്സേജ് എന്ന് പറയുന്നൊരു പരിപാടി, എനിക്ക് എൻ്റെ ഫിലിം മേക്കിങ്ങിൽ മെസ്സേജ് പുട്ട് അക്രോസ് മെസ്സേജ് എന്ന് പറയുന്നൊരു അങ്ങനെ ഒരു ഡ്രൈവിലല്ല ഞാൻ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഇത് കഴിയുമ്പോൾ ഈ ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഇതിലൊരു ഒരു മെസ്സേജ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ മെസ്സേജ് ഉണ്ടോ? എൻ്റെ അടുത്തൊന്നും അമ്മ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതല്ല. പക്ഷേ എനിക്കൊന്ന് ഹെറിൻ്റെ ഒരു റെലവൻസ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മൾ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടൈമാണിത്. അപ്പോൾ അത്തരം ഡിസ്കഷൻസിൽ സാധാരണ വരുന്നതൊക്കെ ഭയങ്കര ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനെപ്പോഴും അതൊരു സൊല്യൂഷൻ ഉണ്ടായാലും ഇല്ലെങ്കിൽ മേ ബി അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ബട്ട് എക്സാക്ട്ലി. അപ്പം നമ്മൾ ഹെറിൽ വരുമ്പോൾ ഇത് അങ്ങനെ ആ സമയത്ത് ഓവർലുക്ക് പെട്ടു പോകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതും ഇതിൽ പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലേ കാണുന്നത്. അതെ, ഇതൊരു പ്രശ്നമാണോ എന്ന് ചിലപ്പോൾ അതാ പറഞ്ഞു ഒരു മെയിൽ പെർസ്പെക്റ്റീവിൽ ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് തോന്നും. പക്ഷെ ഒരു ഫ്രം എ ഫീമെയിൽ പെർസ്പെക്റ്റീവ് അതൊരു പ്രശ്നമാണ്. ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അത് അഡ്രസ്സ് ചെയ്തിട്ട് അന്നത്തെ ദിവസം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലൈഫിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുന്ന 5 ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഹെറിൽ കാണുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റെലവൻസ് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ പറഞ്ഞ പോലെ അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ പറയേണ്ട കാര്യമാണ്. അതാണ് നമ്മൾ ട്രൈ ചെയ്തേക്കുന്നത്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സിനിമ കാണൂ. ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളാണ്. അപ്പോൾ ഓരോ ക്യാരക്ടറിനെയും നമുക്ക് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പരിചയമുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ 29th ഇത് റിലീസാണ് മനോരമ മാക്സിലൂടെ. അപ്പോൾ കണ്ട് എൻജോയ് ചെയ്യൂ, നമ്മളോട് അഭിപ്രായങ്ങൾ പറയൂ. താങ്ക് യു.